ഹലോ കൂട്ടുകാരെ, നമ്മുടെ കേരളത്തിൻ്റെ തനി നാടൻ സ്റ്റൈലായിട്ടുള്ള വാഴയിലയിൽ മീൻ പൊള്ളിച്ചതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ തയ്യാറാക്കാനായിട്ട് ഇവിടെ വറ്റമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ വൃത്തിയാക്കി കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇടത്തരം വറ്റയാണ്, അപ്പം മുറിച്ചൊന്നും എടുത്തിട്ടില്ല, മുഴുവനായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. പിന്നെ എല്ലാ വറുത്തതിനകത്ത് മല്ലിപ്പൊടി ചേർക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ലപോലെ പുരട്ടി വയ്ക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് പുരട്ടി വെക്കാം കേട്ടോ. പുരട്ടി നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴത്തേക്ക് അതിനകത്തൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. ദശ കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെച്ചാൽ മാത്രമേ അതിനകത്തുള്ള അരപ്പൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് നുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ടത്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയും ഉള്ളിയും കൂടി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഒരു 10-20 ഉള്ളിയും ഒരു സവാളയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമുക്കിനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം മീൻ വറുക്കാൻ വേണ്ടിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് എണ്ണ ഒഴിച്ചല്ല വറുത്തെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് മൊരിച്ചെടുക്കുവാണ്. ഈ മൊരിച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. എനിക്കിങ്ങനെ മൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് മീൻ ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ സവാളയും ഉള്ളിയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നമ്മുടെ സവാളയുടെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നീളത്തിലരിഞ്ഞ് പച്ചമുളക്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അതിനുശേഷം അതും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റണേ. പിന്നെ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണെങ്കിലും അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 പിഞ്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈ ഗരം മസാല ചേർത്തെന്ന് പറഞ്ഞ് ചൊവയൊന്നും മാറ്റമൊന്നും വരത്തില്ല, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് നുറുക്കിയതാണ് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മസാലയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് പിന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പുളിക്ക് വേണ്ടിയാണ് ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതിയേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ജസ്റ്റ് ഇച്ചിരി വെള്ളം തളിച്ച് വേണമെങ്കിലും വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി ഉടഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഒന്ന് ഉടച്ച് കൊടുക്കണം തവി കൊണ്ട്. ഇനി നമുക്കിത് അരപ്പിനകത്തേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഇച്ചിരി നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ. ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചേർക്കാതെയാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കിയിട്ടൊന്ന് തയ്യാറാക്കി നോക്കി, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല കട്ടി തേങ്ങാപ്പാലല്ല, ലൂസായിട്ടുള്ള സെക്കൻഡ് പാൽ പോലെ നമ്മുടെ 2ാം പാലൊക്കെ ഇല്ലേ, ആ ഒരു പരുവത്തിലാണ് ഒരു 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് വറ്റി വരണം. നമ്മുടെ അരപ്പുണ്ടല്ലോ ഒരുപാട് അങ്ങ് വറ്റി ഇതാവരുത്, കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മീനിനകത്ത് പിടിച്ച് വരത്തില്ല. അപ്പോൾ ചെറിയൊരു ലൂസോട് കൂടി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ 2 ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ട് എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് കഴിയുമ്പം ഇങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 കട്ടിയുള്ള ഇലയായിട്ട് വെച്ച് വേണം എടുക്കാം കേട്ടോ. നല്ലതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം വേണം വാട്ടാൻ. എന്നിട്ട് നമ്മൾ ആ അരപ്പുണ്ടല്ലോ, അരപ്പ് ആദ്യമേ തന്നെ ഒരു സെറ്റ് ആദ്യമേ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ മീനുണ്ടല്ലോ അതും കൂടി ചേർത്ത് ഇത്രയും ഈ ഒരു ലൂസായിട്ട് വേണം നമ്മുടെ അരപ്പിരിക്കാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മുടെ മീനിനകത്തോട്ടൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരത്തുള്ളേ. അപ്പോൾ അതാ അരപ്പ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ മീൻ വറുത്തത് വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ബാക്കി വരുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു മീനിനുള്ള കറക്റ്റ് അരപ്പാണ് കേട്ടോ അത്. ആ ഒരു മീനിന് പൊതിഞ്ഞിരിക്കാനുള്ള ടൈപ്പിലാണ് അരപ്പ്. അത്രയും തന്നെ ഉള്ളൂ, കൂടുതലും ഇല്ല കുറവുമില്ല, കറക്റ്റായിട്ടുള്ള അരപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അരപ്പ് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് പച്ചത്തക്കാളിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. കുറച്ചൊക്കെ ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അരപ്പ് പുറമേ വെച്ചിട്ട് അതായത് ഇതുപോലെ ഇലയൊന്ന് എല്ലാം കൂടി നല്ലപോലെ നമ്മുടെ പൊതിച്ചോറൊക്കെ പൊതിയുന്നത് പോലെ തന്നെ ഇങ്ങനെ പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒന്നെങ്കിൽ വാഴനാര് അല്ലാന്നുണ്ടെങ്കിൽ നൂലുണ്ടല്ലോ, നൂല് വെച്ചിട്ട് കെട്ടിയാലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് കട്ടിയുള്ള നൂലാണ് കേട്ടോ. ഇതാ നല്ല കട്ടിയുള്ളൊരു നൂലായതുകൊണ്ട് തന്നെ അഴിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നമ്മൾ വാഴയില ഇത് ഇപ്പം നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടുന്നത് പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയെടുക്കണേ. അപ്പോൾ അതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ആവിയിൽ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ഇഡലി ചെമ്പിലോ ഇടിയപ്പ ചെമ്പിലോ ഒക്കെ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം, അതൊരു ടൈപ്പ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്കൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു ട്രേ വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതായത് 1 ഗ്ലാസ് വെള്ളമേ. എന്നിട്ട് ഈ ട്രേ എൻ്റെ പൊക്കത്തേക്ക് അത് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കും. അപ്പോൾ ആ വെള്ളം തീർന്ന് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ പൊള്ളിച്ചതിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കുമേ. നല്ല തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ, ആ ഇലയുടെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ വെള്ളം തീർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇത് വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി കറക്റ്റായിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോഴായിരിക്കും കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ആ ഇലയുടെയൊക്കെ ഫ്ലേവറൊക്കെ അതിനകത്ത് ഇറങ്ങി നല്ലൊരു ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ, നമ്മുടെ വറ്റ വാഴയിലയിൽ പൊള്ളിച്ചവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് തയ്യാറാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.